ചെങ്ങാമരെ അങ്ങനെ ഞാൻ കടലിലെത്തിയിട്ടുണ്ട് ചൂണ്ടലിടാൻ. രാവിലെ 7 മണി ആകുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളായ രണ്ടാളും കൂടിയുണ്ട് ഒപ്പം. ഇത് ഞാൻ നടന്നു വരുന്ന വഴിയിലെ കാൽപ്പാടുകളാണ്. ഞാനാണ് ആദ്യം നടന്ന് ഇവിടെ എത്തിയതെന്ന് തോന്നുന്നു. വേറെ ആരും രാവിലെ നടന്നിട്ടില്ല ഇതിൽ. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളായ ഹമീദും അസുറും കൂടിയാണ് ചൂണ്ടലിടാൻ എത്തിയത്. ഇത് മാലിച്ചൂണ്ടയാണിത്. 4 ഹുക്കുകളാണ് ഇതിനുള്ളത്. ചെമ്മീനാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്കെന്നാൽ ചൂണ്ടലിടാൻ നോക്കാം. അങ്ങനെ ആദ്യത്തെ ചൂണ്ടേറ് ഇതാ എറിയാൻ പോവാണ്. മീനെന്തോ കിട്ടുന്നുണ്ടോ നോക്കാം നമുക്ക്. ചൂണ്ടലങ്ങനെ കടലിലെത്തിയിട്ടുണ്ട്. നിന്ന് കാത്തിരിക്കുക. മീനടിച്ചിട്ടുണ്ട്. മീൻ ആ കരയ്ക്ക് കയറുന്നു. അങ്ങനെ ഒരു ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. പൂളാനാണ്. നമുക്ക് മീൻ കിട്ടി. കതിരാനാണ് കിട്ടിയത്. പൂളാൻ, കതിരാൻ എന്ന 2 പേര് ഇതിനുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേരെന്ന് പറയുക. ചൂണ്ടലിടുന്നതിൻ്റെ മുന്നിലായിട്ട് തോണിയിൽ ഒരാൾ വലയിടുന്നത് കണ്ടു. ചൂണ്ടലെറിയുമ്പോൾ അയാളുടെ മേലേക്ക് ചൂണ്ടലെത്തുമോ എന്ന് ഭയന്നിരുന്നു. നല്ല ദൂരം ചൂണ്ടൽ പോകുന്നുണ്ട് എറിയുമ്പോൾ. അങ്ങനെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. മീനിതാ കയറി വരുന്നു. വീണ്ടും പൂളാൻ തന്നെയാണ്. നല്ല അടിപൊളി വീഡിയോ ആണ്. അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സപ്പോർട്ടും ചെയ്യുക. വീണ്ടും മീൻ കിട്ടിയാണ്. അങ്ങനെ വേറൊരു തരം മീൻ ഇതാ അടിക്കാൻ പോവുകയാണ്. മീൻ അടിച്ചിട്ടുണ്ട്. ഇതൊരു കൂട്ടത്തിൽ വ്യത്യസ്തമായൊരു മീനാണ്. ഇതുവരെ കിട്ടിയത് ഒരേ തരം മീനായിരുന്നെങ്കിൽ ഇത് വേറൊരു മീനാണ് കിട്ടിയത്. മീൻ കയറി വരുന്നുണ്ട്. ഇതാണ് വറ്റ എന്ന് പറഞ്ഞ മീനാണിത്. നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് ഇതും. ഇത് കുറച്ച് വലിപ്പമുണ്ട് അത്യാവശ്യം. ചൂണ്ടൽ വലിക്കുമ്പോൾ നല്ല ബലമുണ്ടായിരുന്നു, വലിപ്പമുള്ളതിനുണ്ട്. മീൻ പിടിക്കാൻ പോകണേ. നോക്കാം. നമ്മൾ വറ്റ അടിച്ചാണ്. ഇതാ വറ്റ സുഹൃത്ത് അസുറിന് മീനടിച്ചിട്ടുണ്ട്. വലിച്ചു കൊണ്ടുവരുന്നുണ്ട് മീനേതാ.
പൂളാനാണ് അടിച്ചത്. അത്യാവശ്യം വലിപ്പമുള്ള പൂളാനാണ് കിട്ടിയത്. മറ്റൊരാളും കൂടി അപ്പുറമുണ്ട്, നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ഹമീദ്. അവനും മീൻ അടിക്കുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ കിട്ടുന്നില്ല. ക്യാമറ ഒരു ഭാഗത്തേക്ക് ആയതുകൊണ്ട് മീനെ കെട്ടിയതാ. പൂളാനാണ് അടിച്ചത്. അടിപൊളി പൂളാൻ. അപ്പൊ അടുത്ത മീനെ പിടിക്കാൻ പോവാണ്. പൂളാൻ അടിച്ചിരിക്കുകയാണ്. പൂളാൻ അത് മുഴങ്ങിയിരിക്കുന്നു കേട്ടോ. അതൊക്കെ സ്ഥലമുള്ള സാധനമാണ്. വീണ്ടും പൂളാൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പൂളാൻ അടിച്ചിട്ടാ. സുഹൃത്ത് ഹമീദും അടുത്തെത്തി ചൂണ്ടലിടാൻ ഒരുങ്ങുകയാണ്. മൂന്നാൾക്കും കൂടി ഒരേ സ്ഥലത്ത് നിന്ന് ഇടാൻ പാടുള്ളത് കൊണ്ട് കുറച്ച് വിട്ടുവിട്ട് നിന്നാണ് ചൂണ്ടലിടുന്നത് എല്ലാവരും. കയറുകൾ തമ്മിൽ പിരിയുമെന്ന പേടിയാണ് മീൻ വലിക്കുമ്പോൾ. അസുറിന് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്, ഹമീദിന് ഒരു മീൻ കിട്ടിയതാ. അസുറിന് വീണ്ടും ഒരു പൂളാൻ അടിച്ചിട്ടുണ്ട്, അത് കയറി വരുന്നു. മീന് അടുത്തല്ലേ മീന് ഞാൻ അടുത്തട്ടെ അടുത്തല്ലേ. അങ്ങനെ ഇതാ വീണ്ടും മീനടിച്ചിട്ടുണ്ട്. മീനെ വലിച്ചു കൊണ്ടുവരികയാണ്. മീനടിക്കുമ്പോൾ ഭയങ്കര ത്രില്ലാണ് മീനെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരാൻ. പൂളാൻ തന്നെയാണ് വീണ്ടും അടിച്ചത്. കിലോയ്ക്ക് 400 രൂപ വിലയുള്ള മീനാണ് പൂളാൻ. ഞങ്ങളെല്ലാവരും വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാറാണ് പതിവ്, വിൽക്കാറൊന്നുമില്ല. വെറുതെ ഒരു രസമാണ് മീൻപിടുത്തം. നേരം പോക്കും ഒഴിവുള്ള ദിവസങ്ങളിലെല്ലാം ചിലപ്പോഴൊക്കെ വരാറുണ്ട് ഇവിടെ. ഇതാണ് ബഫർ ഫിഷ്. കണ്ടോളിട്ടോ, നല്ല ഭംഗിയുള്ള ബഫർ ഫിഷാണിത്. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ വിഷമാണ്, ആരും കഴിക്കാറില്ല.
അതിനെ ഒഴിവാക്കാറാണ് പതിവ് കിട്ടിയാൽ. അതെ ഗൈസ്, മീന് തീറ്റ കൊടുക്കാൻ പോവാണ്. സ്പെഷ്യൽ തീറ്റ. അങ്ങനെ വീണ്ടും ബഫർ ഫിഷ് കിട്ടിയാണ്. നമ്മളെ സുഹൃത്ത് അമീദിന് കിട്ടിയാണ്. അടിപൊളി മീനാണ്, തിന്നാൻ പറ്റില്ല എന്നുള്ളൂ. ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീന്. വെയിലും കൊണ്ട് പോവുകയാണെങ്കിൽ ഇതാണ് കിട്ടിയ മീൻ. മാനാതെടുത്ത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി തോണിക്കാരെത്തിയിട്ടുണ്ട് കടലിൽ നിന്നും. അവർ കടുക്ക പെറുക്കാനാണ് പോയത്. കുറച്ച് വലയും ഇട്ട് അവർക്ക് കുറച്ച് അത്യാവശ്യം മീനും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കടുക്കയാണ് ഇതിലുള്ളത്. കടുക്ക വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ചാക്കിൻ്റെ ഉള്ളിലാണ്. ഒരു ട്യൂബും ചാക്കുമായിട്ടാണ് പോകാറ്. ആ വലച്ചാക്കിൻ്റെ ഉള്ളിലും കടുക്കയുണ്ട്. കുറേ കടുക്ക പറിച്ച് വിൽപ്പനയാണ് ഇവരെ തൊഴിൽ. ചെറിയൊരു വലയിട്ട് അതിൽ അത്യാവശ്യം മീനും കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. വറ്റകളും കടുകപ്പാര അങ്ങനെയുള്ള പലതരം മീനുകളാണ് ഇതിൽ കുടുങ്ങിയിട്ടുള്ളത്. ചെള്ളിയാണിത്, വലിയ ചെള്ളിയാണ് ചെമ്മീൻ. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. കതളച്ചെള്ളി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് ഇതിന്. അങ്ങനെ ഇതാണ് കടുക്ക ചാക്കിലാക്കി പോകുന്ന ഒരു ആള്. ഇത് എടുക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പുറം. അവരാണ് ഇതിനെ മൊത്തത്തിൽ വാങ്ങിപ്പോകുന്നത്. ബാക്കിയുള്ള ചണ്ടിയാണ് അവർ തട്ടി ഒഴിവാക്കുന്നത്. ഇത് മാർക്കറ്റാണ്. ഞങ്ങൾ വരുന്ന വഴി കുറച്ച് മീൻ വാങ്ങാമെന്ന് കരുതി മാർക്കറ്റിൽ കയറി. ചാലിയം മാർക്കറ്റാണിത്, കോഴിക്കോട് ജില്ലയിലെ ചാലിയം മാർക്കറ്റ്. അത്യാവശ്യം മീനുകൾ ഉണ്ട് രാവിലെ തന്നെ ഇവിടെ. മീന് വില കുറവാണ്. 100 രൂപയ്ക്ക് ഇത്ര മീൻ കിട്ടി ഞങ്ങൾക്ക്. മീൻ പിടിച്ചതിന് പുറമെ കുറച്ച് മീനും വാങ്ങി. അയലക്കുട്ടികളാണിത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മീനുണ്ട്. ഫ്രഷ് മീനാണ്, തോണിക്കാര മീനാണിത്. മീന് വില കുറവാണ്. മത്തിയും അങ്ങനെ പലതരം മീനുകളും ഉണ്ട് അവിടെ. അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തവും എല്ലാം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ ബൈ.